മൂന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കും. 50 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിക്കുക. ബംഗാളിൽ കോൺഗ്രസ് CPIM പാർട്ടികൾ സീറ്റ് ധാരണയിലെത്തി. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. നിതിൻ, ഈ അമേഠി റായ്ബറേലി സസ്പെൻസ് തുടരുന്നത് എന്തുകൊണ്ട്? അതേപോലെ വരുൺ ഗാന്ധി എങ്ങോട്ടേക്ക് എന്ന ആശങ്ക BJP കേന്ദ്ര നേതൃത്വത്തെയും കുഴയ്ക്കുന്നുണ്ടോ? വേണു, ഇന്നിപ്പോൾ മധ്യപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് സമിതി യോഗമാണ് നടക്കാനിരിക്കുന്നത്. അതേസമയം തന്നെ ഇന്ന് തെരഞ്ഞെടുപ്പ് സമിതി യോഗം നടന്നിരുന്നു. അതിന്റെ ഭാഗമായി തന്നെ ഇന്നിപ്പോൾ ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് കോൺഗ്രസ് പുറത്തിറക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതാണ്ട് 50 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാകും പ്രഖ്യാപിക്കുക. അതോടൊപ്പം തന്നെ ഇപ്പോഴും സസ്പെൻസ് നിലനിൽക്കുന്നത് ഉത്തർപ്രദേശിലെയാണ്. ഉത്തർപ്രദേശിൽ അമേഠിയിലും റായ്ബറയിലും സീറ്റിൽ രാഹുൽ ഗാന്ധിയുടെ പേരായിരുന്നു നേരത്തെ. അമേഠിയിൽ രാഹുൽ ഗാന്ധിയുടെ പേരും റായ്ബറയിൽ പ്രിയങ്ക ഗാന്ധിയുടെ പേരുമാണ് ഉയർന്നു കേട്ടത്. പക്ഷേ ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രഖ്യാപനം നടത്താൻ കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴും തയ്യാറായിട്ടില്ല. അതിലൊരു അനിശ്ചിതത്വം ഇപ്പോഴും തുടരുന്നുണ്ട്. ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ വൈകാതെ തന്നെ ആ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ എന്നാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത്. ഹൈക്കമാൻഡ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു രാഹുൽ ഗാന്ധി വയനാട് കൂടാതെ അമേഠിയിൽ മത്സരിക്കുന്ന ഒരു ആവശ്യം ഹൈക്കമാൻഡ് നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ വരുൺ ഗാന്ധി BJP നേതൃത്വമായി ഇപ്പോൾ തെറ്റിയിരിക്കുന്നത്. എന്തായാലും സമാജ്വാദി പാർട്ടിയിലേക്ക് ചേരുമെന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ വരുൺ ഗാന്ധിയുടെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. ഒരു പക്ഷേ സമാജ്വാദി പാർട്ടിയിൽ എത്തിച്ച് അമേഠിയിലടക്കം വരുൺ ഗാന്ധിയുടെ പേര് പരിഗണിക്കുമെന്നുള്ള ചില സൂചനകൾ വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ശേഷം മാത്രമേ എന്തായാലും കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ വ്യക്തമാവുകയുള്ളൂ. നിലവിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം അല്പസമയത്തിനകം ആരംഭിക്കും. അതോടൊപ്പം മൂന്നാം ഘട്ട പട്ടികയും ഇന്നുണ്ടാകും. നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.